പുറത്ത് കാറകന്ന് പോകുന്ന ശബ്ദം കേട്ടിട്ടും ഒന്ന് എഴുന്നേൽക്കാനോ പോകരുതെന്ന് പറയാനോ പോലും കഴിയാത്തവണ്ണം ദേഹം കുഴഞ്ഞിലച്ചു ആ ഇരിപ്പിരുന്നു. തലയാകെ കറങ്ങുന്നുണ്ട്. ചെവിക്കുള്ളിൽ വണ്ടും മുരളുന്ന പോലെ കുറച്ചു ദിവസങ്ങളായുള്ള ശരിയായി ഭക്ഷണമില്ലായ്മയും ഒറ്റപ്പെടലും ശരീരത്തെ കുറച്ചു കൂടെ തളർത്തി. ആ ക്ഷീണത്തോടെ അവൾ അവിടെ തന്നെ ചുരുണ്ടുകൂടി. അപ്പോഴും കവളിൽ അവന്റെ വിരൽപ്പാടുകൾ പതിഞ്ഞു കിടന്നു. പക്ഷെ ലച്ചുന് അതൊട്ടും തന്നെ വേദനശില എന്നുള്ളതാണ് സത്യം. അതിലും വലിയ വേദന ഹൃദയത്തിൽ നീറിപ്പിടിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ഫോട്ടോ കണ്ടാൽ തീരാവുന്നതാണോ എന്റെ അല്ലോസിനുള്ള എനിക്കുള്ള സ്നേഹവും വിശ്വാസവും? അല്ല, ഒരിക്കലുമല്ല. അല്ല, ഇതൊക്കെ ചെയ്യുന്നത് ആര്, എന്തിന് എന്നൊരു ഊഹവുമുണ്ട്. പക്ഷേ അതൊന്നും തന്റെ പ്രിയപ്പെട്ടവനോട് പറയാനോ ചോദിക്കാനോ പോലും കഴിയാത്തവണ്ണം അകന്നു പോകുന്നോ? അല്ലൂസിന് വേണ്ടതേ ഏൽപ്പിനെ കുഞ്ഞിപ്പാത്തമോ ഉണ്ടാവില്ല. ഒരുക്കി തീർന്നു പോകും. എന്തിനാ ഈ രാത്രി എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? ഞാൻ പിണങ്ങിയില്ലല്ലോ. വന്നതോ എന്നെ വിളിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. വല്ലാത്ത ക്ഷീണമായതുകൊണ്ടല്ലേ എന്നെ തടയിലെടുത്ത് വച്ചു പോയെന്ന് അല്ലേ അല്ലൂസെ പറഞ്ഞത്? ആ വാക്ക് അത് കുഞ്ഞിപ്പാത്തമ്മയെ നോവിച്ചു. ഒരുപാട് നോവിച്ചു. എന്തിനാ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ ഒരു ഭാരമാക്കുന്ന മഹാദേവ. എനിക്ക് അല്ലൂസ് അല്ലാതെ ആരും ഇല്ലെന്ന് അറിയുന്നതല്ലേ? ആ ബോധാവസ്ഥയിലെ എന്തൊക്കെയോ ഓർത്ത ആ ഹൃദയം മുറിഞ്ഞ് ചോര വാർന്ന് വേദന തീർത്തു. അതറിഞ്ഞ പോലെ മറ്റൊരു ഹൃദയം അതിലേറെ വേദനയോടെ വിലപിച്ചു. ഇനിയും അല്പം പോലും മുന്നോട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും അവൻ കാർ ബീച്ച് റോഡിൽ സൈഡിൽ ഒതുക്കി സ്റ്റിയറിംഗിൽ മുഖം അമർത്തി കിടന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഊർന്നു വീഴുമ്പോഴും ആ ഹൃദയം ഒഴിഞ്ഞത് പാത്തുമോ എന്നതായിരുന്നു. എന്തിനാണ് അവളെ അടിച്ചത്? വിളിച്ചിട്ടും വാതിൽ മുട്ടിയിട്ടും തുറക്കാത്തത് കൊണ്ടല്ലേ? പേടിച്ചു പോയത് കൊണ്ടല്ലേ? അതോ മനസ്സിൽ തോന്നിയ കുറ്റബോധം മറച്ചു വയ്ക്കാനോ? എന്തായാലും ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചു കൂടിയിട്ട് ഞാൻ തന്നെ വേദനിപ്പിച്ചു. ആ മനസ്സും ശരീരവും ഒന്ന് ദേഷ്യപ്പെടാനോ പിണങ്ങാനോ പോലും അറിയാത്ത ആ പാവത്തെ വേദനിപ്പിച്ചു പോയി. സുമമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ലെന്ന്. കൈ മുറുക്കി സ്റ്റീറിലിടിച്ചു. ദേഷ്യവും വിഷമവും അടക്കിയ അൽത്താഫ്. അവൻ കാർ തിരിച്ച് വീട്ടിലേക്ക്. മണി 2 പിണക്കമുണ്ടാകും എന്റെ പാത്തൂന്. പതിയെ ഒക്കെ മാറ്റണം മനസ്സിലുറപ്പിച്ചുകൊണ്ട് അൽത്താഫ് കാർ ഓടിച്ചു. അവൻ വന്നതോ വാതിൽ തുറന്നതോ ഒന്നും ലച്ചു അറിഞ്ഞില്ല. നിറത്തെ ചുരുണ്ടുകൂടി കിടന്ന അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തിയിട്ട് ആ കവളിൽ പതിയെ തലോടി അവൻ. ഉറക്കത്തിലും ചെറുവേദനയിൽ ആ മുഖം ചൊളിഞ്ഞു. സോറി കുഞ്ഞിപ്പാത്തുമോ. ആ കവളിൽ ചുണ്ടമർത്തി അൽത്താഫ്. പിന്നെ വേഷം പോലും മാറാതെ അവളെ ചുറ്റിപ്പിടിച്ച് ആ കഴുത്തിൽ മുഖം അമർത്തി കിടന്നു അവൻ. നിമിഷം നേരം കൊണ്ട് ഉറക്കം തഴുകുകയും ചെയ്തു. രാവിലെ ആദ്യം ഉണർന്നത് ലച്ചു തന്നെയായിരുന്നു. തന്നെ വരിഞ്ഞു മുറുക്കി വെച്ച് കഴുത്തിൽ മുഖം അമർത്തി കിടക്കുന്നവനെ കാണി പതിയെ കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും ആദ്യമായി ആ പെണ്ണിന്റെ മനസ്സിൽ ഒരു കുഞ്ഞു പിണക്കം മുട്ടിട്ടു. മുൻപ് അവൻ പിണങ്ങിയാലും ലച്ചു അത് കാര്യമാക്കാതെ അങ്ങോട്ടും വീണ്ടും. ഇന്നെന്തോ വരാത്ത പിടക്കവും സങ്കടവും ഒക്കെ തോന്നും. എന്നെ തല്ലിയതല്ലേ, വേണ്ടാതെ ആയതുകൊണ്ടാകുമല്ലോ അങ്ങനെ ചെയ്തത്. ചിന്തിച്ച് കാട് കയറി ലച്ചു. അവന്റെ കയ്യിൽ നിന്നും മാറാൻ നോക്കുമ്പോൾ അൽത്താഫിന്റെ ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്നിരിച്ചു കണ്ണുകളടച്ച് ഉറക്കം പോലെ തന്നെ കിടന്നു. കണ്ണുകൾ തുറന്ന് അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. പിന്നെ ആ നെറ്റിയിൽ ചുണ്ടമർത്തി. അതിനുശേഷമാണ് ഫോൺ എടുത്തത്. ഹലോ, എന്താ സുർമേ? ശബ്ദം താഴ്ത്തി അൽത്താഫ് ചോദിച്ചു. ലച്ചുവിന്റെ കണ്ണൊന്നും നനഞ്ഞു. എടി, നീ കരയാതെ കാര്യം പറയേ. ലച്ചുവിന്റെ അടുത്തുനിന്നും എഴുന്നേറ്റ് അൽത്താഫ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ആക്സിഡന്റ് ആണോ? ഉറപ്പാണോ? ആ, ഞാനിപ്പോ തന്നെ വരാം. അവന് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? നീ വിഷമിക്കല്ലേ. ഇങ്ങനെ കരഞ്ഞു വിളിച്ച് വീട്ടിൽ നിന്നിറങ്ങിയാൽ അവർക്ക് സംശയം തോന്നും. നീ പേടിക്കണ്ട. 1.5 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ ഹോസ്പിറ്റലിൽ വന്നോളാം. ശരി, നീ വെച്ചോ. ഫോൺ കട്ട് ചെയ്ത ഒരു നിമിഷം അവൻ നിന്നും. ഋഷിക്കൊരു ആക്സിഡന്റ്, വലിയ കുഴപ്പമില്ല. അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. വേഗം അങ്ങോട്ട് ചെല്ലാനാണ് സുർമി വിളിച്ചത്. അവളും വീട്ടിൽ നിന്നും ഇറങ്ങിയതേയിടും. ഇനി അവളുടെ ഉപ്പയായിരിക്കോ അവനെ? പിന്നെ തിരിഞ്ഞ് റൂമിലേക്ക് വന്ന് നോക്കി. ലച്ചു എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ബെഡൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ മടക്കിയായിട്ടുണ്ട്. അവൻ നേരെ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ ലച്ചു ഒരു കപ്പ് കോഫി അവന് നേരെ നീട്ടി. അവൻ ആ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അത് വാങ്ങി ചുണ്ടോട് ചേർത്തെങ്കിലും ലച്ചു അവനെ നോക്കിയതേയില്ല. ഒരു സോറി പറയാനാണ് തോന്നിയതെങ്കിലും അവളുടെ മുഖത്ത് പിണക്കം കണ്ടതോടെ പോയി വന്ന പിണക്കം മാറ്റാമെന്ന് കരുതി അവൻ പെട്ടെന്ന് കോഫി കുടിച്ച കപ്പ് തിരികെ കൊടുത്തു. ലച്ചു ഒന്നും മിണ്ടാതെ അത് വാങ്ങി അടുക്കളയിലേക്ക് പോയി. ഈ പെണ്ണ് എന്റെ കുഞ്ഞിപ്പാത്തുവിന് അപ്പം നന്നായി പിണങ്ങാനും അറിയാം. ഒന്ന് മുഖത്ത് നോക്കാൻ എന്ത് വേണം? അവൻ സ്വയം പറഞ്ഞുകൊണ്ട് വേഗം റെഡിയായി ഇറങ്ങി വന്ന് ഹാളിലെ സെറ്റിൽ വാടിയിരിക്കുന്നവളെ കാണേ അവനൊന്ന് നിന്നും. എനിക്ക് ഇന്നൊരു അത്യാവശ്യമുണ്ട് പാത്തുമോ. ഞാൻ വൈകിട്ട് വരാൻ വൈകുവാണെങ്കിൽ നീ ഹെർദരി എടുത്ത് പോകണം കേട്ടോ. കല്യാണം അങ്ങോട്ട് മറ്റന്നാളല്ലേ. ഇന്ന് അവിടേക്ക് നമ്മൾ ഒരുമിച്ച് പോകണമെന്ന് കരുതിയതാണ്. ഇനിയിപ്പോൾ പറ്റുമെന്ന് തോന്നിയില്ല. നീ എങ്കിലും പോകണം. ഇല്ലെങ്കിൽ അവൾക്ക് വിഷമാവും. ഇന്ന് വരാൻ പറ്റുമെങ്കിൽ ഞാനങ്ങ് വന്നേക്കാം. കല്യാണത്തിന് നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ.
മുഖം താഴ്ത്തി ആ നെറുക്കിയിലൊന്ന് അമർത്തി ഉമ്മ വെച്ചു. ഷർട്ടിന്റെ കൈയും മടക്കിക്കൊണ്ട് വെപ്രാളത്തിൽ കാറിന്റെ കീയും വാലറ്റും എടുത്ത് പുറത്തേക്ക് നടന്നുകൊണ്ടാണ് അൽത്താഫ് പറഞ്ഞത്. ലച്ചു ഒന്നും മിണ്ടാതെ അവൻ പോന്നു നോക്കി ആ ഇരിപ്പിരുന്നു. ഹോസ്പിറ്റലിലെത്തിയ അൽത്താഫ് സുർമി എവിടെയെന്നറിയാൻ കോൾ വിളിച്ചു. പിന്നെ അവൾ പറഞ്ഞു കൊടുത്തനുസരിച്ച് 3ാം നിലയിലായതിനാൽ ലിഫ്റ്റിൽ കയറിയാണ് അങ്ങോട്ട് പോയത്. അവിടെ എത്തുമ്പോൾ ഐസ്വിൻ മുന്നിൽ തന്നെയുള്ള കസറിൽ കുനിഞ്ഞിരിക്കുകയാണ് സുർമി. എടി സുർമി, എന്തായി? നീ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇവിടെ? സുറുമിയുടെ അരികിൽ വന്നിരുന്ന അൽത്താഫ് ചോദിച്ചു. അല്ലോ, എൻ്റെ ഋഷിക്ക് കാലിൽ പൊട്ടലും ഒടിവും ഒക്കെ ഉണ്ടെന്ന്. ഇപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. സർജറി കഴിഞ്ഞു. എനിക്ക് പേടിയാകണം. ഉപ്പെങ്ങാനായിരിക്കോ അവനെ ദ്രോഹിച്ചത്? കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന സുറുമി അവനും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവളെ തറയിൽ തലോടി. ഇല്ലടി, ഋഷി ഇങ്ങോട്ട് വന്നിട്ട് അങ്കിൾ അറിയാൻ വഴിയില്ല. നീ പേടിക്കാതെ. ആരാ നിന്നെ വിളിച്ചത്? അപകടം നടന്നത് പറയാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. ഋഷി തന്നെയാണ് നമ്പർ കൊടുത്ത് വിളിപ്പിച്ചത്. അവന്റെ ഫോൺ പൊട്ടിപ്പോയെന്ന്. ഒരു കണക്കിന് ഈ ഹോസ്പിറ്റലായത് നന്നായി. നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തായിരുന്നാൽ ആരെങ്കിലും പറഞ്ഞ നിന്റെ ഉപ്പ അറിയും. നീ കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ എന്തായാലും അവിടെയുള്ളവർക്ക് സംശയം തോന്നും. എന്റെ ഋഷിക്ക് ഞാനല്ലേ ഉള്ളൂ അല്ലു. ഇനിയിപ്പോൾ കുറച്ച് മാസം റെസ്റ്റ് വേണ്ടി വരും. ഒറ്റയ്ക്ക് എങ്ങനെ ആ ഫ്ലാറ്റിൽ വിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന? അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നിനക്ക് ഇനി ഡ്യൂട്ടിയിലേ? ഉണ്ട്, നൈറ്റാണ്. നീ വീട്ടിൽ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്? നിന്റെ കൂടെ ഒരു അത്യാവശ്യമായി പോകുന്നെന്ന് പറഞ്ഞു. സ്ഥലമോ ആവശ്യമോ പറഞ്ഞില്ല. സുറുമി മുഖത്തെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു ചെല്ലുമ്പോൾ ഹരിതയുടെ വീട്ടിൽ നിറയെ ആളും ബഹളവും ഒക്കെയായി. അവളെ ഏട്ടത്തെയും കുഞ്ഞും ഏട്ടത്തിയുടെ ഫാമിലിയും ഒക്കെയായി. ഏട്ടാ, ഇതാരാ വന്നെന്നൊക്കെയായി. ലച്ചിന്റെ കൈയും പിടിച്ച് ഹരിതയെ അടുത്തേക്ക് ചെന്നു ഹരിത. അറിയാൻ എന്താ? അലോസിന്റെ കുഞ്ഞിപ്പാത്തു. പഠിക്കുന്ന കാലത്ത് ഈ പേര് കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ദുബായിൽ വന്നപ്പോഴേ ആകെ ശോകം. എന്നാലും വാ തുറന്നാ എന്റെ കുഞ്ഞിപ്പാത്തൊന്നും അല്ലാതെ വേറൊന്നും വരില്ല. അതുകൊണ്ട് കേട്ട് കേട്ട് കണ്ടതുപോലെയായി. അവൻ ഇന്ന് വരില്ലല്ലേ? ഞാൻ വിളിച്ചിരുന്നു. തിരക്കാന്ന് പറഞ്ഞു. എന്തായാലും മറ്റന്നാൾ എത്തുമെന്നും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. മോളും ഹരിതയുടെ കൂടെ ചെല്ല്. ഹരി വീണ്ടും തിരക്കിലേക്ക് പോയതും ഹരിത ലച്ചുവിനെയും കുട്ടിത്തിന്റെ റൂമിലെത്തി. ഇനി പറയേ, ആ പെണ്ണുമ്പിള്ള പിന്നീട് നിന്നെ കാണാൻ വന്നോ? അതാണ് നിന്റെ മുഖത്തെ സങ്കടം? പറയില്ലേച്ചു. എന്നെ നീ സ്വന്തം കൂടപ്പുറപ്പായി കാണുന്നതെങ്കിൽ നീ സത്യം പറയേ. ലച്ചുവിന്റെ കൈ മുറുക്കെ പിടിച്ച് ഹരിത ചോദിച്ചു. ഒന്നുമില്ല ഹരിത, നീ ഇപ്പൊ സന്തോഷമായിരിക്കേണ്ട സമയമാണ്. എന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഹരിതയുടെ കവളിൽ തലോടി ലച്ചു. ലച്ചു, എവിടെ നോക്ക്. എനിക്കറിയാം, കുറച്ചു നാളായി നിന്റെ മുഖത്തെ സന്തോഷം നിറഞ്ഞ ചിരി കണ്ടിട്ട്. അൽത്താഫ് ചേട്ടനും ഇപ്പോ ഉമ്മയ്ക്കൊപ്പം തിരക്കിലാണെന്ന് മനസ്സിലായി. ഏത് തിരക്കിലും നിന്നെ കൂടെ ചേർത്ത് പിടിക്കാൻ ആ മനുഷ്യന് കഴിയുകയും ചെയ്യും. അതിന് സമ്മതിക്കാത്തത് അവരാണ്, ആ നസീമ. ഹരിതയ്ക്ക് അവരെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാനുള്ള കലി തോന്നി. സാരില്ല ഹരിതേ, അവരെന്നെ എത്ര വേദനിപ്പിച്ചാലും എനിക്ക് അവരോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ലടി. സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ അലൂസിന്റെ ഉമ്മയല്ലേ. ഏതൊരമ്മയ്ക്കും തന്റെ കുഞ്ഞിനോട് സ്വാർത്ഥത കാണും. അവന്റെ അല്ലെങ്കിൽ അവളുടെ വിവാഹം, കുടുംബം, കുട്ടികളൊക്കെ സ്വപ്നം കാണും. ഇവിടെ എന്നെ കൂടെ കൂട്ടിയതോടെ ആൾക്ക് അതൊക്കെ നഷ്ടമായില്ലേ. അത് ഞാനും മനസ്സിലാക്കണമല്ലോ. എന്നിട്ട് മനസ്സിലാക്കിയോ എന്റെ ലച്ചു? കളിയാക്കുവാണോ ഹരിതേ? അല്ലടി, നീ നിന്റെ അമ്മായിമ്മയെ എത്ര വെള്ള പൂശാലും അവർ നിന്നോട് പറഞ്ഞത് ഞാൻ മറക്കില്ല. വേണ്ട വേണ്ട ഹരിതേ, എനിക്കതൊന്നും ഓർക്കാൻ പോലും ആഗ്രഹമില്ല. പിന്നെ നീ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം. എനിക്ക് ആരോടെങ്കിലും നിന്റെ സന്തോഷം നശിപ്പിക്കാൻ മടിച്ചാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. അലസിന്റെ ഉമ്മയ്ക്ക് ഞാൻ ഒഴിവായി പോണം. അത് ജീവനോടെ ആയാലും മരിച്ചിട്ടായാലും കുഴപ്പമില്ല. ലച്ചു, എന്താണിത്? ആ പെണ്ണുപിള്ളയുണ്ടല്ലോ. ഞാൻ പറയട്ടെ ഹരിതേ, ചിലപ്പോ ഇനി എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? കഴിയാതെ പിന്നെ നീ എവിടെ പോകുന്നു? അല്ലെങ്കിൽ കല്യാണം കഴിയുന്നെന്ന് വെച്ച് നിന്നെ കാണാൻ ഞാൻ വരാതെ ഇരിക്കോ? അതല്ല ഹരിതേ, പറഞ്ഞു വന്നപ്പോ ഞാൻ അറിയാതെ എന്തോ പറഞ്ഞതാണ്. ലച്ചു വിക്കി, നീ പറയേ. പിന്നെ അലൂസിന്റെ ഉമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുണ്ട് സുർമി. ആ ചേച്ചി. ആളുടെ ഒപ്പം പഠിച്ചതും ദുബായിൽ അവർ തൊട്ടടുത്ത് താമസിച്ചതുമൊക്കെയാണ്. അന്നേ ഉമ്മയുടെ ഉള്ളിൽ ഇവരെ ഒരുമിപ്പിക്കണം എന്നതായിരുന്നു. അതിനിപ്പോ നീ എന്ത് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്? അതൊക്കെ മോനോട് ചെന്ന് പറയാൻ പറയേ. ഹരിത ചോദിക്കെ കഴിഞ്ഞൊരു ദിവസം നസീമ കാണാൻ വന്നതും തന്റെ ഫോണിൽ ഫോട്ടോ വന്നതും ഒക്കെ ഓർത്ത് ലച്ചു ഉച്ച കഴിഞ്ഞ സമയം വീടൊക്കെ തൂത്തു തുടച്ച് ആകെ വിയർത്ത് കുളിച്ചു. അതുകൊണ്ടാണ് ആ സമയം കുളിക്കാൻ കയറിയത്. കുളിച്ചിട്ട് വരുമ്പോൾ സിറ്റൗട്ടിൽ ഉമ്മി ഇരിപ്പുണ്ട്. തുണി വിരിക്കാൻ സൈഡിൽ വന്നത് കൊണ്ടാണ് അവർ അവിടെ ഇരുന്നത് കണ്ടത്. ഉമ്മി എപ്പോഴാ വന്നത്? കുറച്ചു സമയമായി. ബെല്ലടിച്ചിട്ട് ആരും തുറന്നില്ല. തിരികെ പോകാമെന്ന് കരുതിയതാണ്. എങ്കിലും ഇന്ന് എന്ത് വന്നാലും നിന്നെ കണ്ടു പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഉമ്മി വന്നേ, അകത്തോട്ടിരിക്കാം. ഇതുവരെ ഇല്ലാത്ത മയത്തിലാണ് ഇന്നത്തെ സംസാരം. അതിന്റെ ഞെട്ടിൽ തന്നെ ലച്ചു അവരെ ക്ഷണിച്ചു. കഴിഞ്ഞ തവണ ഇതുപോലെ അകത്തേക്ക് വിളിച്ചപ്പോൾ എന്തോരം ദേഷ്യമായിരുന്നു.
ഇന്നിനി എന്താണാവോ ഇത്ര പാവമായിട്ട്. നീ അവിടെ ഇരിക്കെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കാനും കഴിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ട് വന്നതല്ല. നിന്നോട് 1-2 കാര്യങ്ങൾ പറയണം. എന്നിട്ട് എനിക്ക് എൻ്റെ മകനെയും സുറുമി മോളുടെയും കൂടെ പുറത്തു പോകണം. സുറുമി എന്ന പേര് പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് വിരിയുന്ന വാത്സല്യം കാണാൻ ലച്ചു വിങ്ങിപ്പോയി. എന്താ ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എന്തായാലും പറഞ്ഞു. അവർ പറയാൻ പോകുന്നത് എനിക്ക് നല്ലതാവില്ലെന്ന് മനസ്സിലായെങ്കിലും ഞാൻ കേൾക്കാൻ തയ്യാറായി. ഹരിതേ. ലച്ചു, അവരെന്താടി പറഞ്ഞത്? ഹരിത അവളെ ചേർത്തി പിടിച്ചു. ഞാൻ അലോസിനെ വിട്ടു പോണം. അതിന് ഞാൻ തന്നെ ഒരു കാരണം ഉണ്ടാക്കണം. പോവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന പണം എനിക്കവർ തരും. എന്നെപ്പോലൊരു മച്ചി പെണ്ണെ അവിടെ കുടുംബത്തിൽ പോലും കയറ്റാൻ അവർ തയ്യാറല്ലെന്ന്. പിന്നെ 1-2 ഫോട്ടോസും എൻ്റെ ഫോണിലേക്ക് അയച്ചു. ഷോപ്പിലെ ഓഫീസ് റൂമിലും വീട്ടിലുമൊക്കെ അല്ലൂസും ആ ചേച്ചിയും ഒരുമിച്ചുള്ളതും. ഈ തവണ ലച്ചുവിൻ്റെ മുഖം കല്ലിച്ചു. എന്താ ഓഫർ ലേഡി? എന്നെപ്പോലൊരു മച്ചിപ്പെണ്ണിന് ഇതിലും നല്ലതായി ഇനി എന്താ കിട്ടുക? ഇതുപോലെ പണമൊക്കെ ആരാ തരുന്നത്? പുച്ഛത്തിൽ ലച്ചുവിൻ്റെ മുഖം കോടി. ലച്ചു, അവരെ വെറുതെ വിടരുത്. അവരൊരു സ്ത്രീയാണോടി? നിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ അവർക്ക് എങ്ങനെ തോന്നി? എനിക്ക് വിഷമമൊന്നുമില്ലടി. ഈ വാക്ക് കഴിഞ്ഞ് 8 വർഷമായി ഞാൻ കേൾക്കുന്നതല്ലേ. അൽത്താഫേട്ടൻ എന്താടി ഉമ്മയുടെ ഈ സ്വഭാവം മനസ്സിലാക്കാത്തത്? അതോ അങ്ങനെ അഭിനയിക്കാണോ? എനിക്കറിയില്ല. ഇപ്പൊ എൻ്റെ ഒപ്പം ഒന്നും ഇരിക്കാൻ ആൾക്ക് സമയമില്ല, ഒന്ന് സംസാരിക്കാൻ നേരെയില്ല. ഒരു നിമിഷം മടുത്തു വന്നിരുന്നാൽ അപ്പ വിളിക്കുമേ. പിന്നെ എനിക്ക് പരാതിയില്ല ഹരിതേ. എൻ്റെ വിധിയാണിത്. ഇതിലേക്ക് ഞാൻ അല്ലൂസിനെ കൂടെ കൂട്ടരുതായിരുന്നു. എന്നെ അല്ലൂസിനെ മടുപ്പാവാൻ അവർ കാത്തിരുന്നതാണെന്ന് ഉമ്മി പറഞ്ഞത് സത്യമാകുമല്ലേ ഹരിതേ? അല്ലൂസിനെയും മച്ചിപ്പെണ്ണെ മടുത്തിട്ടുണ്ടാകും. ആളും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ലച്ചു, ഇത്രയുമൊക്കെ നടന്നിട്ട് എന്നോട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. എങ്ങനെയാണ് ലച്ചു തനിച്ച് നീ ഇതൊക്കെ സഹിച്ചത്? എനിക്കാരുമില്ല ഹരിതേ. ലച്ചുവിനെ ആർക്കും വേണ്ട. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഏങ്ങിക്കരഞ്ഞിട്ട് ലച്ചു ഹരിതയെ കെട്ടിപ്പിടിച്ചു. എടി, ഈ രാത്രി പോകണ്ട ലച്ചു. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അത് വേണ്ട, നാളെ വേറെ ചടങ്ങുകളൊന്നും ഇല്ലല്ലോ. ഞാൻ മറ്റന്നാൾ രാവിലെ വരും. രാത്രി ഇവിടെ നിന്നാൽ എൻ്റെ അല്ലൂസ് ഒറ്റയ്ക്കാവില്ല ഹരിതേ. ഒരു ചീടിയോടെ ലച്ചു ചോദിച്ചു. അതിന് ഇന്ന് വരുമെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? ഇതുവരെ എന്ത് തിരക്കായാലും രാത്രി തനിച്ചാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ലച്ചുവിൻ്റെ മുഖത്ത് പുഞ്ചിരിയാണ്. എന്നാലും ഈ അൽത്താഫയാണ് എന്താണ് ഉമ്മയുടെ ലക്ഷ്യം മനസ്സിലാകാത്തത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഉമ്മ എതിർത്താണ് എന്നെ കൂടെ കൂട്ടിയത്. അത് കഴിഞ്ഞ് ആളോട് പിണങ്ങിയാണ് ഉമ്മി തിരിച്ച് ദുബായിൽ പോയത്. പിന്നെ ഇടയ്ക്ക് വന്ന് കണ്ട്. നിന്റെയൊക്കെ ആണെങ്കിലും ഇത്രയും അടുപ്പം കാണിച്ചില്ല. ഇപ്പൊ വീട് പണി, അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഉമ്മി അലൂസിനെ വിളിച്ചപ്പോൾ പണ്ടത്തെ അതേ കരുതലും സ്നേഹവും ഒക്കെ ഉമ്മി വാരിക്കോരി കൊടുത്തപ്പോൾ ഇനിയും അത് നഷ്ടപ്പെടുത്താൻ ആൾക്ക് വയ്യ. പിന്നെ മകന്റെ കൂടെ കിടന്ന ദിവസങ്ങൾക്ക് മരുമകൾക്ക് ഉമ്മി കൂലി തരാൻ ശ്രമിക്കുമെന്ന് അല്ലൂസ് കരുതിയിട്ടുണ്ടാവില്ല. മരിച്ചു പോയെങ്കിലെന്ന് എത്രയോ ദിവസങ്ങൾ ഞാൻ ആഗ്രഹിച്ചെന്നറിയോ ഹരിതയെ? ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് എനിക്ക്. ജീവിക്കാൻ വരാത്ത കൊതിയുമാണടി. പക്ഷെ ഇപ്പോ പ്രതീക്ഷകളൊക്കെ പോയി. മരണവേദന സഹിച്ച ആഴ്ചകളോളം ഐസിയുവിന്റെ തണുപ്പിൽ കിടക്കുമ്പോഴൊക്കെ ഞാൻ ജീവിക്കാൻ അത്രയേറെ കുതിച്ചടി. ഇപ്പൊ എനിക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്നതൊക്കെ അല്ലൂസ് നേടിത്തന്നു. പിന്നെ കുറെ യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു. ഇനിയിപ്പോ അതൊന്നും നടക്കില്ല. അതെ കല്യാണ പെണ്ണെ, മറ്റന്നാൾ രാവിലെ ഞാനിങ്ങെത്തും. നല്ല സുന്ദരി കുട്ടിയെ ഒരുങ്ങി നിൽക്കണം. നാളെ ഇങ്ങ് വാടി. ഫംഗ്ഷൻ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മാളും ബഹളവും ഒക്കെ ഉണ്ടാകും. അതാ ഞാൻ വരാത്തത്. എൻ്റെ ഹരിത നാളെ സന്തോഷത്തോടെ ഇവിടെ ഇരുന്നാൽ മതി. ഉമ്മ മിക്കവാറും നാളെയാകും വരുന്നത്. എന്നെ കണ്ടാൽ ആള് അസ്വസ്ഥാകും. അത് വേണ്ട. നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ അതൊക്കെ ഒരു ചർച്ചാ വിഷയമാകും. അതുകൊണ്ട് നമുക്ക് മറ്റന്നാൾ കാണാട്ടോ. ലച്ചു ഹരിതയെ ചുറ്റിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. സഹോദരങ്ങളാകാൻ ഒരമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നില്ല എന്നത് സത്യം തന്നെയായിരുന്നു അവരുടെ ഇരുവരുടെയും കാര്യത്തിൽ. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഹരിത വിളിച്ചു കൊടുത്ത് യൂബറിൽ കയറി ലച്ചു പ്രിയത്തിലേക്ക് പോയി. ലച്ചു വീട്ടിലെത്തുമ്പോൾ 8 മണിയോട് അടുത്തിരുന്നു. വന്ന ഉടനെ ഫ്രഷായി വന്ന് ഫോൺ എടുത്ത് ഒന്നുകൂടെ നോക്കി. കുറച്ചു മുൻപ് അല്ലൂസ് വിളിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്കും വിളിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഈ പതിവൊക്കെ തെറ്റിയിട്ട്. തിരികെ വിളിക്കണം. ചിലപ്പോൾ ഹരിതയുടെ വീട്ടിൽ പോയെന്ന് അറിയാനാകും. എന്തായാലും ഇനി അങ്ങോട്ട് വിളിക്കില്ല. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ലച്ചു സീറ്റോളിലെ സോപാന പടിയിൽ വന്നിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒക്കെ മനസ്സിൽ വരുന്നത് ഉമ്മി പറഞ്ഞ വാക്കുകളാണ്. ഇതൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് അല്ലൂസ് അറിഞ്ഞാൽ അവരെ വെറുത്തു പോകില്ലേ? വിശ്വാസവഞ്ചനയല്ലേ സ്വന്തം മകനോട് അവർ ചെയ്യുന്നത്? ഹരിത പറഞ്ഞ പോലെ ഇതൊക്കെ അലൂസിനോട് പറഞ്ഞാൽ വിശ്വസിക്കാനേ? വേണ്ട, ആരും ഒന്നും അറിയണ്ട. എനിക്ക് ആരും ഇല്ലെന്ന് അലൂസിന് അറിയുന്നതല്ലേ? എനിക്ക് പോകാൻ ഒരിടവില്ലെന്ന് അറിയില്ലേ? അപ്പൊ സോമി ചേച്ചിക്ക് വേണ്ടി കളയുന്ന സമയം പോലും എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ഇരിക്കാൻ ഒന്നിച്ചിരുന്ന ഒരു നേരം ആഹാരം കഴിക്കാൻ ഒന്നിനും നേരെയില്ലല്ലോ. ജന്നത്തിൽ പോകാന്ന് വെച്ചാൽ ഇതുവരെ നസി ഉമ്മയ്ക്ക് ജമീല ഉമ്മയെ
കണ്ണിന് പിടിക്കില്ലായിരുന്നു. ഇപ്പോൾ അവർ ചെമ്പൂത്തന്നെ നിൽക്കണമെന്ന് ഉമ്മി വാശി പിടിച്ചു നിന്നു. ഒക്കെ ഈ ലച്ചിനെ ഒഴിവാക്കാനുള്ള തന്ത്രമാണ് അവർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്കറിയാലോ. എനിക്കിപ്പോൾ ആരോടും പരാതിയില്ല, പരിഭവമില്ല. ഒരേ ഒരു ആഗ്രഹം മാത്രം, എൻ്റെ ഹരിതയുടെ വിവാഹം മംഗളമായി നടക്കണം. അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അതേയുള്ള പ്രാർത്ഥനയും അതുതന്നെയാണ്. ഓരോന്നോർത്ത് കുറച്ചുകൂടെ ഇരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാണ് അൽത്താഫ് വീണ്ടും ഫോൺ വിളിച്ചത്. കോൾ എടുത്ത് വെച്ച് ഹലോ പോലും പറയാതെ കാതോട് ചേർത്ത് മിണ്ടാതിരുന്നു. പാത്തുമോ ഫോണിലൂടെയാണെങ്കിൽ പോലും ആ വിളിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയെങ്കിലും അപ്പോഴൊന്നും മിണ്ടിയില്ല. ഇന്ന് അലസു വരില്ല. ഒറ്റയ്ക്ക് പേടിയുണ്ടോ നിനക്ക്? ഇതുവരെ രാത്രി ഒറ്റയ്ക്ക് ആക്കിയിട്ടില്ല, ഇപ്പോ അതുമായി. എന്താണ് ഒന്നും മിണ്ടാത്തത്? ഒരു അത്യാവശ്യം, ഫ്രണ്ട് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലാണ്. രാവിലെ റൂമിൽ കൊണ്ടുവരും. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നും വൈഫ് വരും. അതുവരെ ഞാനിവിടെ വേണം. നിന്റെ പിണക്കം തീർന്നില്ലേ? പോട്ടെടാ, തല്ലേതിന് സോറി. കുഞ്ഞിപ്പാത്തുമോ പറയാൻ ഒരുപാടുണ്ട്, എല്ലാം പറയാൻ കേട്ടോ. ഈ പിണക്കമൊക്കെ അലസ് മാറ്റും. ഒന്നും പറയില്ലേ? ഇപ്പോഴും ദേഷ്യമാണോ പാത്തുന്? അപ്പോഴും ആ ശ്വാസതാളം അല്ലാതെ മറ്റൊന്നും അവൻ്റെ ചെവിയിലെത്തിയില്ല. വെച്ചു, ഞാനങ്ങ് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെയും ഇരുവരും കോൾ കട്ട് ചെയ്ത് കുറച്ചു നേരം കൂടെ ഫോൺ കാതോട് ചേർത്ത് വെച്ചിരുന്നു. പിന്നെ ലച്ചു തന്നെയാണ് ആദ്യം കോൾ കട്ട് ചെയ്തത്. പിന്നെ ഒരു വിങ്ങിക്കരച്ചിലൂടെ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ട് ആ സെറ്റിൽ വീണ് കിടന്നു. ലച്ചുവിനെ ഇനിയൊന്നും അറിയണ്ടല്ലോ സേ, കേൾക്കണ്ട. ഈ കഴിഞ്ഞ 1.5 മാസത്തോളമായുള്ള അവഗണന എന്നെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടൊരു ശരീരം മാത്രമാണിത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ 3 വർഷവും ലച്ചുവിന് കിട്ടാവുന്നതൊക്കെ തന്നില്ലേ, അത് മതി. ഒരിക്കലും ബാധ്യതയാവില്ല ലച്ചു. ഇതുവരെയും പറയാത്തതൊന്നും ഇനിയും പറയണ്ട. ഓരോന്നോർത്തോർത്ത് വാവിട്ട് കരയുമ്പോൾ അവനോടുള്ള പരിഭവം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരുന്നു അലോസിന്റെ കുഞ്ഞിപ്പാത്തുവിൽ.